കണ്ണൂർ കീഴാറ്റൂർ ബൈപ്പാസ് നിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. ഭൂമിയുടെ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതിനുള്ള ഹൈവേ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി. സമരം നടക്കുന്ന കീഴാറ്റൂർ, തുരുത്തി എന്നിവിടങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിജ്ഞാപനം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, വിശദാംശങ്ങൾ. സുനിൽ, ഈ ബൈപ്പാസിന്റെ അലൈൻമെന്റിൽ മാറ്റമുണ്ടാവില്ലേ? നിർദ്ദിഷ്ട മേഖലയിലൂടെ തന്നെയാകുമോ പാത പോവുക? അരുൺ, നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരും ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വവും പൂർണ്ണമായി കീഴാറ്റൂർ സമരക്കാരെയും അതുപോലെ തന്നെ തുരുത്തി സമരക്കാരെയോടും പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പൂർണ്ണമായും ഈ ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വമായിരുന്നു ആദ്യഘട്ടം തൊട്ട് ഈ സമരത്തിൽ ഇടപെടുന്നതും. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര സർക്കാരിനെ കീഴാറ്റൂർ സമരസമിതി സമീപിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, കീഴാറ്റൂർ വഴി ബൈപ്പാസ് കടന്നു പോകാൻ ഒരു തരത്തിലും കേന്ദ്രം അനുവദിക്കില്ല എന്നൊരു നിലപാട് നേതൃത്വം എടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് കീഴാറ്റൂർ സമരക്കാർ ഈ സമരവുമായി ഒരു പരിധിവരെ മുന്നോട്ട് പോയത് എന്ന് തന്നെ പറയാൻ കഴിയും. എന്തായാലും അതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഈ 3 മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കീഴാറ്റൂരിലെയും അതുപോലെ തന്നെ തുരുത്തിയിലെയും സമരസമിതി നേതാക്കൾ ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ ഒരു വിദഗ്ധ സംഘത്തെ ഈ സ്ഥലം പരിശോധിക്കുന്നതിന് വേണ്ടി നിയോഗിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ഈ ഉറപ്പിൽ വിശ്വസിച്ചായിരുന്നു കീഴാറ്റൂർ സമരസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇത്ര കാലമായിട്ടും, അതായത് ഈ സംഭവം ഈ ഉറപ്പ് കിട്ടി ഏകദേശം 3 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയായി ഇത്തരത്തിലൊരു വിദഗ്ധ സംഘം സ്ഥലത്തെത്തുകയോ അത്തരത്തിലൊരു പരിശോധന നടക്കുകയോ ചെയ്തില്ല. മാത്രമല്ല, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്തിമ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഹൈവേ മന്ത്രാലയം പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനുള്ള രേഖകളടക്കം ജനുവരി മാസത്തിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വിജ്ഞാപനം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ പിലാത്ര മുതൽ എടക്കാട് വരെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തുരുത്തി, കീഴാറ്റൂർ പ്രദേശങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത്. ഈ പ്രദേശങ്ങളെ കൂടി 3D നോട്ടിഫിക്കേഷന്റെ ഭാഗമാക്കിക്കൊണ്ട്, അതായത് തുരുത്തിയെയും ശ്രീ സുരേഷ് കീഴാറ്റൂർ നിരവധി തവണ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും സജീവമായി സമരമുഖത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ് നിങ്ങൾ. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെതായി അന്തിമ വിജ്ഞാപനം ഒടുവിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇക്കാര്യത്തിൽ മാറ്റമില്ല, അലൈൻമെന്റിൽ മാറ്റമില്ല, നിർദ്ദിഷ്ട മേഖലയിലൂടെ തന്നെ ഈ പാത പോകുമെന്ന് എങ്ങനെയാണ് കാണുന്നത്? കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിനകത്ത് നടപ്പാക്കുന്ന ഹൈവേ വികസനം, അതായത് സ്വകാര്യ കമ്പനികൾ ടോൾ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഖാവ് പിണറായി വിജയന്റെ സർക്കാരിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചിരുന്നു. എന്നാൽ കീഴാറ്റൂർ വയൽക്കിളി സമരത്തിൽ ബി.ജെ.പി സംസ്ഥാനത്ത് ഞങ്ങളെ പിന്തുണക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളെ ബി.ജെ.പിയും സംഘപരിവാറുമാക്കി വലിയ തോതിൽ ചിത്രീകരിച്ചിരുന്നു. എന്നാൽ ആർ.എസ്.എസിന്റെ ഏറ്റവും വലിയ നേതാവായ നിതിൻ ഗഡ്കരി സംസ്ഥാന ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയും ഞങ്ങളുമായുള്ള ചർച്ചയിൽ ബദൽ അലൈൻമെന്റ് പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തത് പോലും പാലിക്കാതെ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റിനെ പിന്തുണക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, CPM ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് നയങ്ങൾ ഒന്നുമില്ലെങ്കിൽ പാരിസ്ഥിതികമായി, കേരളത്തിൽ ഒരു പ്രളയത്തിന് ശേഷം നമ്മൾ ഒരുപാട് പാഠം പഠിച്ചതാണ്. അതിൽ നിന്ന് പോലും പാഠം പഠിക്കാൻ കേന്ദ്രമോ സംസ്ഥാനമോ തയ്യാറാവാതെ കോർപ്പറേറ്റ് നയം അതേപടി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയും കോൺഗ്രസും ഈ ഒരു കാര്യത്തിൽ, അതായത് ബി.ജെ.പിയും CPM-ഉം ഈ ഒരു കാര്യത്തിൽ, കോർപ്പറേറ്റ് നയങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ സത്തയും ഈ സമരത്തിലൂടെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഒരു നിമിഷം തുടരുക. ഇപ്പോൾ പി ജയരാജൻ, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ജയരാജൻ, ഈ നിർദ്ദിഷ്ട മേഖലയിലൂടെ തന്നെ പാത കടന്നു പോകും, ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലോ മാറ്റവുമില്ല, അലൈൻമെന്റിന് മാറ്റമില്ല എന്ന തരത്തിൽ അന്തിമ വിജ്ഞാപനവും പുറത്തിറങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇവിടെ ബി.ജെ.പിയുടെ തുടർച്ചയായ ജനവഞ്ചനയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ 3D നോട്ടിഫിക്കേഷൻ. കാരണം നിതിൻ ഗഡ്കരിയെ പോയി കണ്ട് ബി.ജെ.പി നേതാവ് കൃഷ്ണദാസ് എന്തോ ഉറപ്പ് കിട്ടിയിരിക്കുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചല്ലോ. അപ്പൊ ഇക്കാര്യത്തിൽ 3D നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ ആദ്യം മറുപടി പറയേണ്ടത് ഈ ജനവഞ്ചനക്ക് മറുപടി പറയേണ്ടത് കൃഷ്ണദാസ് എന്ന് പറയുന്ന ബി.ജെ.പി നേതാവാണ്.
ഇവിടെ വയൽക്കിളികളെ അവർ വഞ്ചിച്ചിരിക്കുകയാണ്. അവിടെ വയൽക്കിളികളെ ഞങ്ങൾ സംരക്ഷിക്കും, നിങ്ങൾ പറയുന്നത് പോലെയുള്ള അലൈൻമെന്റ് കീഴാറ്റൂർ വഴി ഉണ്ടാവില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടാണല്ലോ അവർ സമരരംഗത്ത് ഉറച്ചു നിന്നത്. അപ്പോ അവരെ വഞ്ചിച്ച BJP നാട്ടിലെ ജനങ്ങളെയും വഞ്ചിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലെ റോഡുകൾ വികസിക്കണം. ഇന്ന് വലിയ നിലക്കുള്ള ഗതാഗത കുരുക്കാണ് റോഡുകൾക്കുണ്ടാവുന്നത്. അപ്പോ നാഷണൽ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി സമവായത്തിലെത്തിയതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. പക്ഷെ പ്രയോഗം വരുമ്പോ അതിന് നേരെ വിപരീതമായിട്ടുള്ള നിലപാടാണ് BJP സ്വീകരിച്ചത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസും സ്വീകരിച്ചു. പക്ഷേ ആ പ്രദേശ ജനങ്ങളുടെ ശക്തമായ എതിർപ്പ് വന്നപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പിൻവാങ്ങേണ്ടി വന്നത്. സുധാകരനായിരുന്നു BJPയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ നാഷണൽ ഹൈവേ ബൈപ്പാസിനെതിരായ സമരത്തിൽ അണിനിരക്കാൻ നോക്കിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ദൗത്യം വിജയിച്ചില്ല. ഇപ്പോ BJPയുടെ ജനവഞ്ചന ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇതെല്ലാം വയൽക്കിളികൾക്ക് വേണ്ടി ചെയ്യും എന്ന് വാഗ്ദാനം ചെയ്ത് അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇവിടെ വയൽക്കിളിയുടെ നേതാവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ വികസനം വേണം. മാത്രമല്ല കണ്ണൂർ എയർപോർട്ട് വരുന്നതോടുകൂടി ഒട്ടേറെ വാഹനങ്ങളാണ് ഈ വഴി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നാടിന്റെ വികസനത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും റോഡ് വികസിപ്പിക്കുന്ന അവസരത്തിൽ ഏറ്റെടുക്കേണ്ട ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് പ്രയാസമുണ്ടാകും. ആളോഹരി ഭൂമി വളരെ കുറഞ്ഞിട്ടുള്ള കേരള സംസ്ഥാനത്ത് വികസനാവശ്യത്തിന് ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴും എതിർപ്പുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ വയൽക്കിളികളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇപ്പോഴെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രക്ഷോഭം തുടരില്ല എന്ന് തീരുമാനിക്കണം. എന്ന് മാത്രമല്ല അവർ BJPയുടെ വഞ്ചനക്കെതിരായി ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ളത്. ശ്രീ സുരേഷ് കീഴാറ്റൂർ, ഇവിടെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുമായി ഒക്കെ സംസ്ഥാനത്തിലെ പ്രതിനിധികളെ അകറ്റി നിർത്തിക്കൊണ്ട് ചർച്ച നടത്തിയിരുന്നല്ലോ. ഇക്കാര്യത്തിൽ കൃഷ്ണദാസ് അടക്കം ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നതാണ്. ഇതിന്റെയൊക്കെ പരിസമാപ്തിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വയൽക്കിളി സമരത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു സമരസമിതി എന്ന നിലയിൽ BJP, കേരളത്തിലെ നിരവധി പാർട്ടി സംഘടനകൾ ഒക്കെ ആ സമരരംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര ഭരണകക്ഷിയായ BJP ആ സമരരംഗത്തേക്ക് വരുമ്പോൾ, ആ സമരരംഗത്തേക്ക് ഞങ്ങളെ സഹായിക്കാനും പിന്തുണയായി വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായും ആശ്വസിച്ചിരുന്നു. അത് പ്രത്യയശാസ്ത്രപരമായ വിഷയത്തിലല്ല. ഈ സമരം വിജയിപ്പിക്കുവാൻ അവരെ ഉപയോഗിക്കുക എന്ന തന്ത്രപൂർവമായ നിലപാടാണ്. ആ തന്ത്രപൂർവമായ നിലപാടിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഈ കീഴാറ്റൂരിനകത്ത് ഞങ്ങൾ ആരും BJPയോ മറ്റോ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ സമരം തന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി വലിയ ഭിന്നതകൾ രാജ്യത്തിനകത്ത് ഇടതുപക്ഷവും BJPയും തമ്മിലുണ്ട്. പക്ഷെ രാജ്യത്തിനകത്ത് അടുത്ത കാലങ്ങളിലായി നടപ്പാക്കുന്ന വൻ കോർപ്പറേറ്റ് നയങ്ങളിൽ, പ്രത്യേകിച്ച് റോഡ് വിഷൻ, ഈ റോഡ് ആയതാണ്, ഈ റോഡിൽ എനിക്ക് ഐഡന്റിക്ക് പൈസ കൊടുക്കണ്ടേ, പൊതു റോഡാണോ, അതൊന്നും ആയിക്കോട്ടെ, ആ ചർച്ചയൊക്കെ ഞാൻ മാറ്റിവെക്കാം. ഇത്തരം കോർപ്പറേറ്റ് നയങ്ങളിൽ BJPയും CPMഉം തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് പാവപ്പെട്ട ഗ്രാമീണരായ ഞങ്ങൾ വയൽക്കിളികൾക്ക് തിരിച്ചറിയാൻ ഈ സമരം സഹായിച്ചു എന്നത് തന്നെയാണ് വലിയൊരു ബോധ്യം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു ഊർജം തന്നെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. അത് BJP ആയാലും CPM ആയാലും ഇന്ന് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി ഇത്തരം കോർപ്പറേറ്റ് വികസന നയങ്ങളുടെ കാര്യത്തിൽ അവരൊരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി മാറിയിരിക്കുന്നു എന്നതാണ്. നേരത്തെ ഈ ഡീനോട്ടിഫിക്കേഷൻ താൽക്കാലികമായി മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അക്കാര്യങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ഇതിൽ വലിയ സന്തോഷ പ്രകടനങ്ങൾ നടത്തുകയും ഏറെക്കുറെ ഞങ്ങള് മന്ത്രി സുധാകരൻ അതിന്റെ ജയരാജൻ അടക്കം ചർച്ചയ്ക്ക് വന്നപ്പോൾ പരിശോധിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. ഞങ്ങൾ വലിയ ആളുകളൊന്നുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പോരാട്ടത്തിന്റെ ഭാഗമായി ചെറിയൊരു വാക്കുകൾ, കാരണം നിങ്ങളുടെ വാക്കുകൾ വലിയൊരു ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗം അന്ന് ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. ഞങ്ങൾ ചർച്ചയ്ക്ക് കേന്ദ്രമന്ത്രി വിളിച്ചപ്പോൾ സന്തോഷിച്ചിരുന്നു. അതൊക്കെ ഞങ്ങളുടെ സമരത്തിന്റെ വിജയം. പക്ഷേ തികച്ചും ഇത്തരം ഒരു റോഡ് വികസനം നിങ്ങൾക്കറിയാമല്ലോ, പ്രളയമാണല്ലോ നടന്നത്. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ കീഴാറ്റൂര് മാത്രമല്ല ഇത് പോകുന്നത്, 4.5 കിലോമീറ്റർ നീളമുള്ള തളിപ്പറമ്പ് നഗരസഭയിലെ അവശേഷിക്കുന്ന വയല്, 90 മീറ്റർ വീതിയുള്ള വയല്, ജയരാജ പറഞ്ഞ പോലെ തോടൊക്കെ ഒരു 1.5 കിലോമീറ്റർ തോട് തന്നെ പോകുന്നുണ്ട് അതിനകത്ത്. അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു നഗരസഭയിൽ അവശേഷിക്കുന്ന ഏക വയൽ
അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ റോഡ് പോകുന്നത്. അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ്. അതല്ലാതെയും ഈ റോഡ് പോകാൻ കഴിയും. പക്ഷെ ഞങ്ങൾ സമരം ചെയ്തതുകൊണ്ട് അത് ഞങ്ങൾ മാറ്റാൻ തയ്യാറല്ല എന്ന നിലയിലേക്ക് സംസ്ഥാനം വരികയും സംസ്ഥാനത്തിന്റെ അധികാരവും പ്രത്യേക അധികാരം എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിനെ കൊണ്ട് അങ്ങനെ തന്നെ. കാരണം ഈ റോഡ് ഇവിടെ തടസ്സപ്പെടുത്തിയാൽ ഒരു നിമിഷം ശ്രീ സുരേഷ് കീഴാറ്റൂർ, സമരം ചെയ്തത് മറ്റ് തുടർ നടപടികളൊന്നും നിങ്ങളുടെ പരാജയമാണ് എന്ന ധ്വനിയിലല്ല ഇവിടെ. പക്ഷേ ഈ അന്തിമമായി കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പ് നൽകി കബളിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് അതിന്റെ വർഗ സ്വഭാവം കാണിച്ചു കഴിഞ്ഞു. എന്ന് പറയുന്ന ബി.ജെ.പി ഇതിനകത്ത് പാരിസ്ഥിതിക വിഷയമോ പ്രകൃതി സ്നേഹമോ അല്ല കണ്ടത്, മറിച്ച് CPM-നെ അടിക്കാനുള്ള ഒരു വടി മാത്രമായിട്ടാണ് വയൽക്കിളി സമരത്തെ നോക്കിക്കണ്ടത് എന്ന പൂർണ്ണബോധ്യം അന്നും ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ അവരെയും ഉപയോഗിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഈ സമരം വിജയിക്കാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. കേവലം രാഷ്ട്രീയപരമായ ഗിമ്മിക്കിന് വേണ്ടി മാത്രമാണ് ബി.ജെ.പി ഞങ്ങളെ ഉപയോഗിച്ചത് എന്ന് ഈ വിജ്ഞാപനത്തോടെ പൂർണ്ണമായും തെളിയുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് തുടരൂ ശ്രീ സുരേഷ് കീഴാറ്റൂർ. ഇപ്പോൾ CR നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, നിർദ്ദിഷ്ട അലൈൻമെന്റിന് മാറ്റമുണ്ടാകില്ല, നിർദ്ദിഷ്ട പ്രദേശത്തൂടെ തന്നെ പാത കടന്നു പോകും എന്ന തരത്തിൽ അന്തിമ വിജ്ഞാപനവും പുറത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ജെയിംസ് മാത്യു MLA, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജെയിംസ് മാത്യു, ഈ അന്തിമ വിജ്ഞാപനത്തിന്റെ പുതിയ അപ്ഡേറ്റ്സ് താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, എങ്ങനെയാണ് പ്രതികരണം? സവിശേഷമായി എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിക്കത്തക്കതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ നിലയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നടപടിക്രമമാണ്. ആ നടപടിക്രമം ഇനിയും മരവിപ്പിക്കാനോ മാറ്റാനോ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഇനിയും അവർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുന്ന നിലപാടിനെ പിന്തുണച്ച് ആഹ്ലാദം രേഖപ്പെടുത്താനോ സന്തോഷം രേഖപ്പെടുത്താനോ അടുത്ത നിമിഷത്തിൽ അവരുടെ മാറ്റം വരുത്തലിനെ നോക്കിക്കണ്ടിട്ട് ആക്ഷേപം പറയാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനുള്ള അധികാരവും അവകാശവും കേന്ദ്ര സർക്കാരിനാണ്, ഉപരിതല ഗതാഗത വകുപ്പിനാണ്, അതുവഴി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. അവർ സമയബന്ധിതമായിട്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളതല്ലാതെ മറ്റു ഒരു അഭിപ്രായ പ്രകടനവും ഇത് സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് നേരത്തെ സുരേഷ് കീഴാറ്റൂരൊക്കെ ടെലിഫോൺ ലൈനിൽ സംസാരിച്ചിരുന്നത് രാഷ്ട്രീയപരമായി ബി.ജെ.പി ഞങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നാണ് അദ്ദേഹം ഈ ഘട്ടത്തിലും പറഞ്ഞത്. കാരണം കൃഷ്ണദാസ് ഒക്കെ മധ്യസ്ഥ വെച്ച് ചർച്ച നടത്തി സംസ്ഥാന സർക്കാരിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഒരു വലിയ ഡെവലപ്മെന്റ് ഒക്കെ ഇക്കാര്യത്തിൽ നടന്നല്ലോ. ഒന്ന് തിരിഞ്ഞു അത് അറിയാത്തോണ്ടല്ല. എന്താണെന്നറിയോ സുഹൃത്തെ, ഞാൻ പറയുന്നത് വേറൊന്നല്ല. ബി.ജെ.പി പോലെ ഒരു പാർട്ടി ഇനിയും അടുത്ത നിമിഷം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, കാരണം 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ 3G നോട്ടിഫിക്കേഷൻ പോലും ഫ്രീസ് ചെയ്യാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും തയ്യാറാവില്ലെന്ന് ആര് കണ്ടു? അപ്പൊ ഇപ്പൊ കണ്ട കാര്യത്തെ വെച്ചിട്ട് ഒരു താല്പര്യവും പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും നിലവാരമില്ലാത്ത രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് ഈ കാര്യത്തിൽ ബി.ജെ.പിയുടെ നേതൃത്വം നടത്തിയിട്ടുള്ളത്. പിന്നെ ഇപ്പം നടക്കുന്ന കാര്യത്തിലും അതിലപ്പുറം എന്തെങ്കിലും ഒരു വിശ്വാസയോഗ്യമായ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നന്ദി ശ്രീ ജെയിംസ് മാത്യു. സുരേഷ്, ജനുവരി 11-ാം തീയതി ഭൂവുടമകൾ രേഖകളുമായി ഹാജരാകണം എന്നാണല്ലോ ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്. ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തുടർ നടപടിയാണ് ഇനി സ്വീകരിക്കാനാവുക? ഇവിടെ നിലവിൽ ദേശീയപാത അതോറിറ്റി അതിന്റെ അന്തിമ വിജ്ഞാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും റോഡ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ വിജ്ഞാപനം കൃഷിക്കാരുടെ ഭൂമി കൃഷിക്കാർ രേഖ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അതൊരു സാങ്കേതികത്വം മാത്രമാണ്. ഈ ഭൂമിയുടെ അവകാശികൾ കേന്ദ്ര ഹൈവേ അതോറിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് സമരം, തുടർ സമരം എങ്ങനെ വേണമെന്ന് ഇന്ന് രാവിലെയാണ് വിജ്ഞാപനം വന്നത്. തീർച്ചയായും വൈകുന്നേരം ഞങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം ഞങ്ങളത് എല്ലാ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇക്കാര്യത്തിൽ നിയമ നടപടികൾക്കുള്ള സാധ്യതയുണ്ടോ? നിയമ നടപടികളുടെ ഒരു സാധ്യത വളരെ വിരളം മാത്രമാണ്. 3D നോട്ടിഫിക്കേഷൻ വന്നു, അതിനുശേഷമാണ് ഇപ്പോൾ 3G വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു ഘട്ടത്തിൽ കോടതി ഈ വിഷയത്തിൽ ഒരിക്കലും ഇടപെടില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. വളരെ നന്ദി സുരേഷ് കീഴാറ്റൂർ.